ഇന്നലെ വീണ്ടും വലിയൊരു ദുരന്തം മേപ്പാടിയിൽ ഉണ്ടായപ്പോൾ ജനങ്ങൾ അതിൻ്റെ ഞെട്ടലിലാണ് എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. കൈകൾ പൊന്തിക്കിടക്കുന്നതും മണ്ണിനടിയിൽ നിന്ന് കൈകളെടുത്ത് കാണിച്ചു വിളിക്കുകയും രക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്ന അടക്കമുള്ള വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് കള്ളാടിയിൽ ഉണ്ടായത്. ഇനിയും നടുക്കം മാറുന്നില്ല എന്ന് ടി.കെ. കുഞ്ചുവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൽകിയ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് കുഞ്ചു എന്ന വ്യക്തി രക്ഷപ്പെട്ടത്. തുരങ്കപാത നിർമ്മാണ പദ്ധതിയിൽ സൂപ്പർവൈസറായിരുന്നു കുഞ്ചു. അപകടം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണത്തെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിലും സ്വന്തം ജീവൻ പോലും ദൃഢവൽക്കരിച്ചാണ് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടത്. തലയൊഴികെ മണ്ണിനടിയിലായി. അപകടസ്ഥലത്ത് പുറത്തു നിന്നെത്തിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും അവരെ രക്ഷിക്കാനാണ് താൻ മണ്ണിനടിയുന്ന ഭാഗത്തേക്ക് ഓടിയതെന്നും കുഞ്ചു ഓർത്തെടുക്കുന്നുണ്ട്. ആ ശ്രമത്തിനിടയിൽ മണ്ണിടിഞ്ഞു വീണ അദ്ദേഹത്തിന്റെ തലനാരിഴയ്ക്ക് ശരീരഭാഗങ്ങളെല്ലാം തന്നെ മണ്ണിനടിയിലായപ്പോൾ എന്നാൽ എവിടെ നിന്ന് അതിസാഹസികമായി എഴുന്നേറ്റ അദ്ദേഹം മറ്റു 2 പേരെ കൂടി രക്ഷപ്പെടുത്തി. തന്നോടൊപ്പം ചായ ഓടിച്ചു മടങ്ങിയ സഹപ്രവർത്തകർ തൊട്ടടുത്ത നിമിഷത്തിൽ കാണാതായതും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമായി തന്നെ ഇപ്പോഴും ഉൾക്കൊള്ളാനാകാതെ നിൽക്കുന്നു. ആദ്യം ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞു. അത് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനായി സാധിച്ചു. അദ്ദേഹം സെക്യൂരിറ്റി ക്യാബിനിലേക്ക് ഓടിയിരുന്നു. ചായ കുടിച്ച പൈസ നൽകാനായി തിരികെ സംഭവസ്ഥലത്ത് എത്തിയപ്പോഴേക്കും പ്രദേശം മുഴുവൻ വൻതോതിൽ ഇടിഞ്ഞു താഴുകയായിരുന്നു. സൈറ്റിലുണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ മാനേജർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ കാണാതായവരുടെ പട്ടികയിൽ തന്നെ ഉണ്ട് എന്ന് പറയാം. തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണ് കൂട്ടിയിട്ട് വലതുഭാഗത്തു നിന്നുവെന്നും ഇത് ടാർപോളിൻ ഉപയോഗിച്ച് പൂർണ്ണമായി മൂടിയിരുന്നുവെന്നുമാണ് കുഞ്ചു വ്യക്തമാക്കുന്നത്. ഈ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് മീറ്റിങ്ങുകളിൽ ആവശ്യപ്പെടുകയും അതിനായി മറ്റൊരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വരുന്ന 10-ാം തീയതിക്ക് ശേഷം മാറ്റാൻ നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് മഴ ശക്തമായത്. ഇതോടെ തന്നെ ഇത് വൈകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മണ്ണ് കൂട്ടിയിട്ട ഭാഗത്തല്ല, മറിച്ച് വനമേഖല ഉൾപ്പെടുന്ന ഇടതുഭാഗത്ത് വലിയ രീതിയിൽ മണ്ണടിച്ചിലുണ്ടായി. അവിടെ ഇത്തരമൊരു അപകടം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നിരീക്ഷണ ചുമതലയുള്ള ജീവനക്കാർ മാത്രമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാനും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിയിരുന്നു. ഇതിനിടയിൽ തന്നെ മരണവാർത്തകളും കേൾക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇപ്പോൾ അനുഭവിച്ചത്. പലർക്കും ഭൂരിഭാഗം പേർക്കും അകത്ത് സുരക്ഷിതമായി ഇരിക്കാൻ സാധിച്ചു. അതൊരു വലിയ ഘടനയായി തന്നെ പറയുകയും ചെയ്യുന്നു.